എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തട്ടോ. അപ്പം തന്നെ ഞാൻ അങ്ങടെ സ്പായി. പിന്നെ അതാ നമ്മൾ അവിയലിനുള്ളത് അരിഞ്ഞു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെ ഇന്നൊരു പാത്രത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. നമ്മുടെ പ്രാണി വെളിയിൽ പോയിട്ട് വന്നതാണേ. കുഞ്ഞേ കുഞ്ഞേ എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കുവോ വിശന്നിട്ടാണോ? ചേട്ടനെ പ്രാണിക്ക് ഭയങ്കര പേടിയാ. അതാ കുഞ്ഞുങ്ങളെ മറിച്ചിട്ടതാ. അത് അതുങ്ങൾക്ക് അറിയില്ലാത്തോണ്ട് ചെയ്തതാ. അതിന് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞുങ്ങളല്ലേ. അപ്പം പറഞ്ഞു വന്നതേ നമ്മളൊരു പാത്രത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പം ആ പാത്രത്തിൽ ഓ ഓ എന്ന് വിസിൽ കേട്ടപ്പോഴാണ് ഞാൻ എങ്കിൽ പിന്നെ നമ്മുടെ പാത്രത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ വീഡിയോയിലൊന്ന് എടുത്തുകൂടെയെന്ന് അങ്ങ് ഓർത്തത് കേട്ടോ. അപ്പം നമ്മൾ വൈകിട്ട് വന്നു. തറവാട്ടിൽ പോയി ചാച്ചനെ കണ്ടിട്ടാണ് വന്നതേ. വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ചോറ് വെച്ചതൊക്കെ തീർന്നിരിക്കുക. നമുക്ക് അത്താഴം കഴിക്കാനൊന്നുമില്ല. കുറച്ച് മന്തി റൈസ് ഫ്രിഡ്ജിലിരിപ്പുണ്ടാകും, നമ്മൾ എടുത്തില്ല കേട്ടോ. ഒരു കപ്പ ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നു. അത് നമ്മൾ ചെണ്ടമുറിയനായിട്ട് ഉണ്ടാക്കിയിട്ട് മീനും ഇരിപ്പുണ്ടായിരുന്നു. മീൻ വെള്ളത്തിൽ ഇട്ടേക്കുക. ഫ്രീസറിൽ ഇരുന്ന് അങ്ങോട്ട് മസ്തായായി. അതിനെ ഇനി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് വേണ്ടിയിട്ട് അരി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ പ്രാണി വന്നിട്ട് ചേട്ടൻ്റെ പ്രാണിക്ക് പേടിയാണ്. അവൾ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പം അവളെ വഴക്ക് പറഞ്ഞ് ഓടിക്കും. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര പേടിയാണ്. എന്നെ അവൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ. പേടിയാണ്, നല്ല സ്നേഹമാണ്. അങ്ങനെയാ. അപ്പം അതാണ് അവൾ പേടിച്ച് മാറി നിന്ന് കരഞ്ഞിട്ട് ഇപ്പം പതുക്കെ നൈസായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പം നമ്മളിപ്പോൾ കടയിൽ നിന്ന് വന്നു. തറവാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു. ആൻസൂട്ടനാണ് ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് കിടക്കുവാണ്. പഠിത്തത്തിൻ്റെ പരീക്ഷയുടെയൊക്കെ ക്ഷീണം മൂലം ആൻസൂട്ടൻ കിടപ്പാണ്. പിന്നെ അത്താഴത്തിനുള്ള പണിയിലേക്കൊക്കെയാണ് നമ്മൾ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്താഴത്തിനും പിന്നെ നാളത്തേക്കും. അപ്പോൾ മീനൊക്കെ ഇതാക്കി വെച്ചാൽ പിന്നെ നാളെ എന്തെങ്കിലും ഒരു കറി കൂടി ഉണ്ടാക്കിയാൽ മതി. അതിനിഷ്ടംപോലെ പച്ചക്കറി ഇവിടെ വാങ്ങി വെച്ചേക്കുവാ. ഇനിയിപ്പോൾ പച്ചക്കറി എല്ലാം കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു കറി വെക്കാം. നാളെ രാവിലെ എഴുന്നേറ്റ് അത് മാത്രം ചെയ്താൽ മതി. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ. പിന്നെ നാളെ നല്ല തിരക്കുള്ള ദിവസമായിരിക്കും. കോളേജ് ഇലക്ഷനാണ്. വളരെ കോളേജ് ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ യൂത്തന്മാരുടെയൊക്കെ ഒരു ദിവസമാണല്ലോ. അപ്പം അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്നാണെങ്കിൽ രാവിലത്തെ വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു മഴയൊക്കെ മാറി കാണുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു കോളേജിൽ വെച്ച്. പിന്നെ അതങ്ങ് മാറിയിട്ട് വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോളേജിലൊക്കെ പോയി വന്നു. ഇങ്ങനെ ഇപ്പം ഇരിക്കുകയാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് കുളിക്കണം, കിടക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ വന്ന വഴി ഞാൻ കപ്പയെല്ലാം തൊണ്ട് പൊളിച്ച് കുക്കറിൽ കയറ്റി അരി കഴുകി കഴിഞ്ഞപ്പോൾ അതിലെന്തോ ഒരു മെഴുക്ക് പോലെ തോന്നി. അപ്പം ചേട്ടനെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ അരി കഴുകിയപ്പോൾ പാത്രത്തിൻ്റെ അരികിൽ എന്തോ ഒരു മെഴുക്ക് പോലെ തോന്നുന്നു. ചേട്ടൻ നോക്കിയിട്ടൊന്നും കണ്ടില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തട്ടോ. അപ്പം തന്നെ ഞാൻ അങ്ങടെ സ്പായി. പിന്നെ വന്ന വഴി ബാസ്ക്യൂവിനെ നോക്കി. ബാസ്ക്യൂവിന് ഫുഡൊക്കെ കൊടുത്തു. ബാസ്ക്യൂവിന് ഡോഗ് ഫുഡാണ് കൊടുത്തത്. അപ്പോൾ ഡോഗ് ഫുഡ് കൊടുത്ത വഴി അവൻ കഴിച്ചു. അവന് വിശക്കൊന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവൻ കഴിക്കുമൊന്നുമില്ല. പെരക്കത്തേക്ക് നോക്കി നിൽക്കണം ആ ചേട്ടൻ വരുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവന് കൊടുത്ത വഴി അവൻ കഴിച്ചു കേട്ടോ. അപ്പോൾ അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കുളിച്ചില്ലെങ്കിൽ തലയല്ല ഇങ്ങനെ ചൊറിയും പോലെയുള്ള ഫീൽ. ഞാനന്നേരം ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ മുടി പെട്ടെന്ന് വളരും. എൻ്റെ മുടിയാണെങ്കിൽ പെട്ടെന്ന് വളർന്നു കേട്ടോ. ഞാൻ പണ്ട് പോലെ ഇപ്പം ഞാൻ ബ്യൂട്ടി ടിപ്സ് കാര്യങ്ങളൊന്നും പറയാറില്ലേ. പണ്ട് ഞാൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു. ഇപ്പം അതൊന്നുമില്ല. തലയിൽ നമ്മളില്ല ഈ വിരലിങ്ങനെ തലയിൽ ഊന്നി പിടിച്ചിട്ട് ബാക്കി 4 വിരലും കൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിച്ച് വേണം മസാജ് ചെയ്യാനായിട്ട് കേട്ടോ. മുടി മസാജ് ചെയ്യാൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയുവാണ്. നഖം കൊണ്ടൊന്നും ഒരിക്കലും തലയിൽ മാന്തരുത്. അതൊക്കെ ഇൻഫെക്ഷൻ ആകും, മുറിവുകളുണ്ടാകും. പിന്നെ ഈ നമ്മുടെ മുടിയുടെ റൂട്ട്സൊക്കെ മുറിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യാം. എൻ്റെ മുടി പെട്ടെന്ന് നീളവും ചെയ്യുന്ന ശേഷം മുടി
അപ്പോൾ ചേട്ടൻ അതൊക്കെ കഴിഞ്ഞ് മന്തി റൈസ് ചൂടാക്കിയ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരും പറയും ഞാൻ മടി പിടിച്ചു പോയി. ഞാനങ്ങനെ മടിയൊന്നും പിടിച്ചൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ അതിൻ്റെ പണിയിലേക്കൊക്കെ അങ്ങ് പോയതേ ഉള്ളൂ. അപ്പം നമ്മളിന്നൊരു പാത്രത്തിൻ്റെ ഉദ്ഘാടനം ആണെന്ന് പറഞ്ഞല്ലോ. പാത്രം കാണിച്ചില്ല. ഇതാണ് നമ്മുടെ ആ പാത്രം. അപ്പോൾ നമ്മൾ അരി ഇവിടെ ഇട്ടിട്ടുണ്ട്. ചേട്ടൻ പാത്രം കഴുകി മുകളിൽ കയറ്റി വെച്ചു. നമ്മുടെ മീൻ ഇവിടെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. കപ്പ വെട്ടി നുറുക്കിയ പാത്രമൊക്കെയാണ്, അതെല്ലാം കഴുകി നേരത്തെ വെച്ചതാണ്. പച്ചക്കറി വാങ്ങിയിട്ട് എടുത്ത് വെച്ചില്ല. അപ്പോൾ ആ പച്ചക്കറിയൊക്കെ ഇവിടെ ഇരുന്നിട്ടൊരു പരുവമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ പച്ചക്കറി എടുത്തിട്ട് അങ്ങോട്ട് അരിഞ്ഞു വെക്കാമെന്ന് കേട്ടോ. പച്ചപ്പയറുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. ഇതെല്ലാം കൂടെ കഴുകി എടുത്ത് വെക്കാമെങ്കിൽ കുറച്ച് നാൾ കേടാകാതിരുന്നോളും. അപ്പോൾ നമ്മുടെ കപ്പ വെന്തു. ഇനി ചേട്ടൻ മീൻ പൊരിക്കാൻ തുടങ്ങുകയാണ്. കപ്പയുടെ ജോലി ഞാൻ തന്നെയായിരുന്നു ചെയ്തത്. പക്ഷേ കപ്പ കൊത്തി നുറുക്കി വരെ കൊടുത്തു. വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചത് ചേട്ടനാണ്. കുക്കറിൽ നിന്ന് എടുത്ത് ഊറ്റി വെള്ളമൊക്കെ ഊറ്റി കപ്പ ഈ പരുവത്തിൽ ആക്കി വെച്ചിരിക്കുന്നതും ചേട്ടനാണ്. ഉള്ള കാര്യം നമ്മൾ ഉള്ളോണം പറയണം. അപ്പോൾ ഈ മീൻ നമ്മുടെ ചെമ്പല്ലി മീനാണ് കേട്ടോ. ചെമ്പല്ലി. ആൻസൂട്ടനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. കുറച്ച് വന്ന വഴി ഞാൻ ഇച്ചിരി പാലൊക്കെ ചൂടാക്കി നമ്മൾ കടയിൽ നിന്ന് ഹോർലിക്സും ബൂസ്റ്റും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഹോർലിക്സ് മുറിച്ചെടുത്തപ്പോൾ ഒരെണ്ണം പൊട്ടി ട്രൂ എന്ന് പറഞ്ഞ് നേരത്തേക്ക് വീണു. ചേട്ടൻ പറഞ്ഞു അതങ്ങ് അടിച്ചു കളഞ്ഞേക്കാം. ഞാനടുത്ത് വഴക്ക് പറയുന്ന പൊട്ടിച്ചാടി അത്രയും ഭാഗം വേസ്റ്റാക്കിയില്ലേ. അപ്പോൾ അതേ ഞാനും ഇവിടെ ചായ എടുത്തിട്ടുണ്ട്. ചായ അല്ല കേട്ടോ, ഹോർലിക്സ്. ചേട്ടന് പിന്നെ കട്ടന ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പാല് തിളപ്പിച്ചപ്പോൾ ഞാൻ കുറച്ച് കട്ടൻ കൂടി ഉണ്ടാക്കി. അല്ലെങ്കിൽ ഞാനും ആൻസും ചായ കുടിക്കുമ്പം ചേട്ടൻ നോക്കിയിരിക്കണ്ടേ. അതുകൊണ്ട് നല്ല ആവി പറക്കുന്ന കട്ടനും ചേട്ടനും കുട്ടനും. പിന്നെ ഞാനാണെങ്കിൽ നാളത്തേക്ക് ഇച്ചിരി പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പയറും ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ട് അങ്ങ് അടച്ചു വെക്കണം. രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയാൽ മതി. ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെല്ലാം അരിഞ്ഞു വെക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ അവിയലിനുള്ളത് അരിഞ്ഞു വെച്ചു. ബാക്കി നമുക്ക് ഇത്രയും പച്ചക്കറികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ബീൻസ് ഒക്കെ എടുത്ത് വയ്ക്കാം. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക വന്നിട്ടുണ്ട്, ആ വെണ്ടയ്ക്ക എടുത്ത് വയ്ക്കാം. പിന്നെ എന്താണ്, ആദ്യമായിട്ടാണ് കുറച്ച് ചുവന്നുള്ളി ഇങ്ങനെ ഇതിൻ്റെ കൂടെ വരുന്നത് ഞാൻ കാണുന്നത്. അന്നാണെങ്കിൽ ഉള്ളി ഇല്ലാതെ ഞാൻ സെപ്പറേറ്റ് 1/2 കിലോ ഉള്ളി വാങ്ങുകയും ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉള്ളി കിട്ടിയിട്ടുണ്ട്, കുറച്ച് പച്ചമുളകും കിട്ടിയിട്ടുണ്ട്. പച്ചമുളകിനാണെങ്കിൽ ഇവിടെ വേറെ ഒരു പാത്രമുണ്ട്. പിന്നെ നമുക്ക് ഒരു പച്ച മാങ്ങയും ഉണ്ട് കേട്ടോ. അത് പച്ചയല്ല, അത് പഴുത്തു തുടങ്ങിയെന്നാണ് തോന്നണേ. ഇത് കേടായിപ്പോൾ, അതിനിപ്പോൾ എടുക്കണ്ട. അപ്പോൾ ഉള്ളി നമുക്ക് അതിലേക്ക് വയ്ക്കാം. ഇതിനകത്താണെങ്കിൽ നല്ലതും ചീത്തയുമായ ഉള്ളികളുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. നല്ലത് മാത്രം എടുക്കാം. നല്ലത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഉരുണ്ടിരിക്കും. കൊള്ളൂല്ലാത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഞെക്കി കഴിയുമ്പോഴത്തേക്കുണ്ടോ ചുരുങ്ങിപ്പോയതൊന്നും കൊള്ളത്തില്ല. അത് മാറ്റിയിടാം.
കണ്ട, ഇതൊന്നും കൊള്ളൂല. കണ്ട, നല്ലത് കണ്ട. അപ്പം ഞാൻ ഈ ഉള്ളിയൊക്കെ തിരഞ്ഞെടുത്തിട്ട് വരാം. അപ്പം ഇത്രയും വേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് തട്ടാം. പിന്നെ നമ്മളൊരു പാക്കറ്റ് ഉണക്കമുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തിരിക്കുന്നതും ഉള്ളിയാണ്, അതും അങ്ങോട്ട് കൊണ്ടിടാം. എല്ലാം പിന്നെ ഒരു കടയിലെ ഉള്ളി ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലേ. കുറച്ച് നേരമായിരുന്നു കരയാൻ തുടങ്ങിയിട്ട്. ആ കുഞ്ഞിനാണെങ്കിൽ ഇച്ചിരി ഈ ഡോഗ് ഫുഡ് ഇച്ചിരി കൊടുത്താലോ എന്ന് ഓർക്കുക. ഇച്ചിരി ചോറിട്ട് കൊടുത്താൽ തിന്നോന്നറിയാം. പിടിച്ച് കയറി തന്നെ ഉണ്ടോ. ഫുഡ് കൊടുക്കാൻ വേണ്ടി ചോദിക്കാൻ പിന്നെ വരവാണ്. ഈ ഫുഡാണെങ്കിൽ ഇങ്ങനെ ചതച്ച് ഇതാ ഇതുപോലെ പൊടിയാക്കും. അമ്മയും കുഞ്ഞുങ്ങളും കൂടെ എന്തുവാ കാണിക്കുന്നതെന്നറിയാം, നോക്കിയിരിക്കുന്നു. ആ പാത്രം എടുത്തേടാ. അമ്മയും കുഞ്ഞുങ്ങളും. ആ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കൊടുത്തേ. അതെ, ചാട്ട് പിടിച്ചാൽ തിന്നോളൂ. പൊടിയല്ല കേട്ടോ, കടിച്ചു പൊട്ടിക്കണാണേ കൂടുതലിഷ്ടം. കടിക്കാൻ കിട്ടുന്നുണ്ടോന്ന് ആദ്യം തപ്പണ പോയി. ഓ, ഇതാരിത് പ്രാണി. വലുത് തിന്നൂല. വലുത് തിന്നിട്ട് ചേട്ടനെ നോക്കണം. നോക്കിക്കാ പൂച്ച ദേഷ്യത്തിന് നോക്കണം ഇങ്ങനെ. കുഞ്ഞുങ്ങളോ തിന്നണോ? വെള്ളം വെച്ചിട്ടുണ്ട്. ഇവളെ പോലെ ഇരിക്കണം. കുഞ്ഞിന്റെ രോമത്തിന് നല്ല നീളമുണ്ട് കേട്ടോ. നോക്കിയേ. ഇതാരിതാ, ഇതാരിതാ. ഇതാരിതാ. പ്രാണിയും പ്രാണിയുടെ കുഞ്ഞുങ്ങളും. മുളകിട്ടപ്പോൾ അതിനകത്ത് പൊടിയും പുകയൊക്കെ പോകുന്നു. അപ്പം നമ്മുടെ മീൻ പൊരിച്ചതും കപ്പ പുഴുങ്ങിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുളിക്കാനുള്ള വെള്ളം ചേട്ടൻ എനിക്ക് വെച്ച് തന്നിട്ടുണ്ട്. കുളിക്കാനുള്ള വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹീറ്റർ വാങ്ങുന്നതല്ലേ ലാഭം എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കില്ല. ഇതിപ്പോൾ പനി വന്നത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഇനി വേനൽക്കാലമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒട്ടും ചൂടുവെള്ളം ഉപയോഗിക്കത്തില്ലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് വല്ലപ്പോഴും മാത്രമാകുമ്പം വെറുതെ എന്തിനാ ഹീറ്ററൊക്കെ വാങ്ങുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ഞാനങ്ങ് ഓർത്തു. വേറെ കാര്യമൊന്നുമില്ല. ആൻസ് ഹോർലിക്സ് ഒക്കെ കുറിച്ച് വയറ് നിറഞ്ഞു. അതിനാ എടുത്തു തന്നാൽ എന്താ കുഴപ്പം? അവിടെ എന്താ എടുത്ത് ചൂടാക്കാൻ വെച്ചതായിരുന്നോ? അവന്റെ ചിരി എങ്ങനെയാന്ന് പറഞ്ഞ? നിന്റെ ചിരി എങ്ങനെയാ? ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചോണ്ടിരുത്തിയ. നാളെ കാലത്തെ വിളിക്കണ വഴി എഴുന്നേക്കോ? പണ്ട് 4 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ കൂടെ അടുക്കള വന്നിരുന്ന് വായിച്ചു പഠിച്ചോണ്ടിരുന്ന നീയ. ഓർക്കണുണ്ടോ?
അപ്പം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മളങ്ങനെ നമ്മുടെ അത്താഴം ഇതുപോലെയൊക്കെ കഴിച്ച് അങ്ങ് തീർക്കുവാണ്. നേരത്തെ അത്താഴത്തിനും ചോറ് തന്നെ വേണമായിരുന്നു. ചോറ് നിന്ന് വണ്ണം വെച്ചു. വണ്ണം വെച്ചില്ലേ? ഒരെണ്ണം തരട്ടെ? ഇച്ചിരി ഒരു ഫോർമാലിറ്റിക്ക് വീഡിയോയ്ക്ക് വേണ്ടി. ഇതിന് കണ്ണടച്ചു പിടിച്ചു വാങ്ങാൻ നീ ആര് പൂച്ചയോ? എന്തും കഴിച്ചോളും, പിന്നെ ഒരു കുഴപ്പവും ഇല്ല. കപ്പയോ ചക്കയോ ചേനയോ ചേമ്പോ എന്തോ ഇഷ്ടമല്ല. അങ്ങനെ ചക്കക്കുരു ചുട്ട തിന്നും ആ ടൈപ്പ്. ഇവിടെ ഒരാളിരുന്ന് മുള്ളു വലിച്ചു മുമ്പൊന്ന്. നമ്മളപ്പോൾ ഇന്ന് വളരെ സൈലൻ്റായൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അധികം ദീർപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നൈസായിട്ട് എൻ്റെ മീൻ മോഷ്ടിക്കാൻ അതിനകത്ത് മീനുണ്ട്. ഈ ചേട്ടൻ എപ്പോഴും അതെ, എൻ്റെ പാത്രത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകും. രാവിലെ ചായ അടിക്കൽ തുടങ്ങിയ രാവിലെ ചായ കുടിക്കാൻ എടുത്ത് വെക്കും, അത് ആദ്യം അടിച്ചു മാറ്റും. അന്ന് പിന്നെ ആ ദിവസം മൊത്തമുള്ള എന്തെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ട് പോകും. അതെ, ചായ രണ്ടുപേരും ഒന്നിച്ച് ഊറ്റി വെച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ ചായ അതുപോലെ കാണും. പിന്നെ ഞാൻ ജോലി ചെയ്യുമായിരിക്കും ആ സമയത്ത്. ഞാൻ രാവിലെ ജോലി ചെയ്തില്ലേ? മിറ്റടിച്ചില്ലേ? എൻ്റെ ഇലയായിരുന്നു. പിന്നെ അന്താരാഷ്ട്ര സ്റ്റേഡിയം മുറ്റത്തുണ്ടാക്കിയിട്ടേക്കണം മുറ്റാണെന്ന് പറഞ്ഞു. അത് മൊത്തം അടിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ദിവസം മൊത്തം എടുക്കും. അല്ല, ഞാൻ അന്നേരം കൂടിയില്ലേ? എന്നിട്ട് ഞാൻ കയറി വന്നത് ചായ കുടിച്ചത്. പക്ഷെ രാവിലത്തെ ചായ ഞാൻ കുടിച്ചില്ലേ? അത് ഞാനും പതി കുടിച്ചത്. ആണോ? അപ്പം നമുക്കിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അത്രയൊക്കെ ഉള്ളൂ. ഇനി കുളിക്കണം. വെള്ളം വെച്ചിട്ടുണ്ട്, അതിപ്പോൾ തന്നെ തിളയ്ക്കും. അപ്പോൾ കുളിച്ചൊക്കെ വന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നാളെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ വീണ്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും. കപ്പ മീനും കപ്പയും വിശേഷവും പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.